ഹലോ ഗായ്സ്, ഇതെൻ്റെ ആദ്യത്തെ വ്ളോഗാണ് കേട്ടോ. ഇന്നൊരു സൺഡേ വ്ളോഗാണ്. നല്ല മഴയാണല്ലേ. ഞങ്ങളപ്പോൾ ഇന്ന് എല്ലാവരും കൂടി അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ വണ്ടി. ചേട്ടൻ റെയിൻകോട്ടൊക്കെ ഇട്ടിരിക്കുകയാണ്. മഴ വരുമ്പോഴേക്കും സൈഡിൽ കൂടി അടിച്ച് ഇതാവണല്ലോ എന്ന് വിചാരിച്ചിട്ട് ആൾ റെയിൻകോട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. എറണാകുളം ജില്ലയിലുള്ള ഈ അമ്പലം ഏതാണെന്ന് ആർക്കെങ്കിലും അറിയോ? അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തി. എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അവിടെ തൊഴാന്ന് ചോദിച്ചാൽ തൊട്ട് കയറാൻ പോയപ്പോഴേക്കും അവിടെ ഒരു ചേട്ടൻ പറഞ്ഞു, ഇപ്പം കയറാൻ പാടില്ല, ശീവേലി നടക്കുവാണെന്ന് പറഞ്ഞു. പിന്നെന്താ ചെയ്യാം, കുറച്ച് നേരം അവിടെ നിന്നു. അപ്പോഴാണ് മഴയൊക്കെ മാറിയിട്ടപ്പോൾ ഞങ്ങൾ ഇറങ്ങുമ്പോൾ നല്ല കോരിച്ചേരണ മഴയായിരുന്നു. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴയൊക്കെ മാറി. അങ്ങനെ അമ്പലത്തിലൊക്കെ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഒരുപാട് പ്രാവൊക്കെ ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഇതേത് കായാണമ്മയെന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചെടുത്ത വീഡിയോ ആണ് കേട്ടോ. ഭഗവാനെ എഴുന്നള്ളിക്കുവാണ്, ശീവേലി നടക്കുവാണ്. അപ്പോൾ അങ്ങനെയും ഒരു ഭാഗ്യം കിട്ടി. പുറത്തുനിന്ന് ഭഗവാൻ അടുത്ത് തൊട്ടരിയിൽ തൊഴാൻ പറ്റി. സന്തോഷമായി. അപ്പം അങ്ങനെ ഞങ്ങളൊരു 6:30 ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ 7 മണി ഒക്കെ കഴിഞ്ഞപ്പോഴേക്കും എത്തിയായിരുന്നു അവിടെ. നല്ല മഴ കാരണം വെള്ളം വലം വെച്ചപ്പോഴൊക്കെ നല്ല വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ കൃഷ്ണൻ്റെ നടയിൽ ആദ്യമൊക്കെ മഞ്ചാടിക്കുരു വരണമെന്ന് പറഞ്ഞാൽ അവൾ മഞ്ചാടിക്കുരുവൊക്കെ വരുന്നുണ്ട്. പിന്നെ വേട്ടയ്ക്കൊരു മകൻ എന്ന് പറഞ്ഞൊരു ക്ഷേത്രം ഉണ്ടായിരുന്നു കോമ്പൗണ്ടിൽ തന്നെ. അപ്പം ഞങ്ങൾ അവിടെയും കയറി തൊഴുതു. ധനുട്ടി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മണ്ണ് അയ്യോ അമ്മ ഞാൻ നടക്കൂല എന്നൊക്കെ പറഞ്ഞു. ഇതെന്ത് പറ്റിയെന്നറിയില്ല, നടക്കുന്നുണ്ട് ആൾ. അങ്ങനെ അമ്പലക്കുളത്തിലും ജസ്റ്റ് ഒന്ന് നിന്ന് ഞങ്ങൾ ഇറങ്ങിയില്ല കേട്ടോ. ഇനി തന്നെയാലോ എന്ന് വെച്ച് പിന്നെ തിരിച്ച് ഞങ്ങൾ പോന്നു. അപ്പോൾ പുറത്തിറങ്ങിയ ഫുഡ് മുഖ്യമാണല്ലോ. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ അഭിരാമിലാണല്ലോ കേട്ടോ കയറിയത്. അപ്പോൾ അവിടെ കയറി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം. ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ കരുതി ഒരുപാട് വൈകും, ഫുഡ് കിട്ടാനൊക്കെ ഒരുപാട് വൈകും എന്നൊക്കെ വിചാരിച്ചത്. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. അവിടുത്തെ സർവീസൊക്കെ അടിപൊളിയാണ്. പെട്ടെന്ന് തന്നെ ഓർഡർ എടുക്കാൻ ആ ചേട്ടൻ വന്നു. അപ്പോൾ തന്നെ ഫുഡും വന്നു. പിള്ളേർക്ക് പൂരിയാണ് ഇഷ്ടം, കണ്ടവർ അതാണ് ഓർഡർ ചെയ്തത്. എനിക്കും ചേട്ടനും മസാല ദോശ. ആദ്യമൊക്കെ വട വേണ്ടാന്ന് പറഞ്ഞ അച്ഛന് നീട്ടുവാണ്. അപ്പോൾ എന്നാൽ ധനുവിന് കൊടുത്തേക്കെന്ന് പറഞ്ഞു. അപ്പോൾ ധനുവിന് കൊടുത്തപ്പോൾ ധനു വായും പൊളിച്ചിക്കും. നല്ല മുരിഞ്ഞ വടയായിരുന്നു. അപ്പോൾ അവൾക്കത് ഇഷ്ടമായി. അവളതും പിടിച്ചുകൊണ്ട് ഇപ്പുണ്ട്. അപ്പം ഞാനും ചേട്ടനും ദോശയും കഴിക്കുവാണ്. അത് കഴിഞ്ഞ് 3 കാപ്പിയും വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേർക്കും കാപ്പി, സാധാരണ പാൽ ചായനേക്കാളും കാപ്പി ചായ ആണെങ്കിൽ ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ അവിടുത്തെ ഫുഡൊക്കെ കഴിച്ചു അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ട് തിരിച്ചു പോവാണ്. അപ്പോൾ ആദ്യം അയ്യോ എന്നൊക്കെ കാണിച്ചപ്പോഴേക്കും ധനു അയ്യോ എന്ന് പറഞ്ഞ് കാണിക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ അറിയുള്ളൂ ആൾക്ക് യോ എന്നൊക്കെ കാണിക്കാനായിട്ട്. അങ്ങനെ യോ എന്നൊക്കെ കാണിച്ച് ഹാപ്പിയായിട്ട് ഞങ്ങളെ വീട്ടിലോട്ട് തിരിച്ചെത്തി കേട്ടോ. വീട്ടിൽ തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇന്നലെ ചേട്ടൻ മേടിച്ച റംബൂട്ടാനാണ്. അപ്പോൾ ചേട്ടൻ ഇന്നലെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ പിള്ളേരത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നാണപ്പോൾ അത് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത് എല്ലാവരും കൂടി കഴിക്കുവാണ്. ധനുവിന് കൊടുത്തു. ധനുവിനും ഇഷ്ടമായി. ധനുവിന് പക്ഷേ ഒന്നും കൊടുത്തില്ല കേട്ടോ. കുരുവൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ടാണ് അവൾക്ക് കൊടുത്തത്. അപ്പോൾ അവളത് കഴിച്ചു. ഇന്ന് പിന്നെ സൺഡേ ആയിട്ട് ഞാൻ പോട്ടിക്കറിയാണ് വെച്ചത്. പോട്ടിക്കറി. നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്ന് ലഞ്ചിന്? കർക്കിടകമൊക്കെ ആയതുകൊണ്ട് വെജിറ്റേറിയൻ ആണോ എല്ലാവരും? ഞങ്ങൾ സൺഡേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കും. അപ്പം അങ്ങനെ പോട്ടിക്കറിയാണ് ഇന്ന് വെക്കുന്നത്. വറുത്തരച്ച പോട്ടിക്കറി. ഇങ്ങനെ എല്ലാം കുക്കറിലിട്ട് വേവിച്ചിട്ട് പിന്നെ തേങ്ങ വറുത്തരച്ച് അങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഹാപ്പി ആയിട്ടിരിക്കാം. ഞങ്ങളുടെ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായോ? താങ്ക് യു.